അപ്പോൾ നമുക്ക് ഇന്ന് ആർ യു ഡു യു ഹാവ് യു ക്വസ്റ്റ്യൻസ് പഠിക്കാം. ആർ യു ഡു യു ഹാവ് യു ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതൊന്ന് പഠിക്കാം. കൃത്യമായിട്ട് ആർ യു ഉപയോഗിക്കണോ ഡു യു ഉപയോഗിക്കണോ എന്ന് പലപ്പോഴും സ്റ്റുഡൻസ് എന്നോട് ചോദിക്കാറുണ്ട്. ലെറ്റ് us now come with a video that explains all the issues. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ആർ യു ബിസി? നിങ്ങൾ ബിസി ആണോ? നിങ്ങൾ തിരക്കിലാണോ? ആർ യു ബിസി? അവിടെ ഡു യു ഹാവ് യു എന്നല്ല ചോദിക്കുക, ആർ യു ബിസി എന്നാണ് ചോദിക്കുന്നത്. ആർ യു ബിസി? നിങ്ങൾ തിരക്കിലാണോ? ആൾ ഭയങ്കര വേറെ വർക്കിൽ എൻഗ്രോസ്ഡ് ആണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു ഗോ ആൻഡ് ആസ്ക് ആർ യു ബിസി. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം, ആർ യു ബിസി. ഇനി നെക്സ്റ്റ്, ആർ യു കമ്മിങ് ടു ദ പാർട്ടി? നിങ്ങൾ പാർട്ടിയിൽ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ വരികയാണോ? നിങ്ങൾ എൻ്റെ കൂടെ പാർട്ടിയിൽ വരികയാണോ? യു ആർ നോട്ട് ഷുവർ ദാറ്റ് ദ പേഴ്സൺ ടു ഹും യു ആർ ആസ്കിങ് വിൽ കം, ബട്ട് നിങ്ങൾക്കൊന്ന് ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക? ആർ യു കമ്മിങ് ടു ദ പാർട്ടി? ഓക്കെ, സോ ആർ യു കമ്മിങ് ടു ദ പാർട്ടി? നെക്സ്റ്റ്, ആർ യു ഫീലിംഗ് വെൽ? ആർ യു ഫീലിംഗ് വെൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മൾ അടുത്തൊരു ഡൗട്ട് ഉണ്ടാക്കുന്ന കൂടി കാര്യമാണ്. ആർ യു ഫീലിംഗ് വെൽ? നമ്മൾ പോസിറ്റീവായിട്ട് ചോദിക്കുമ്പോൾ ഓക്കെയാണ്. ആർ യു ഫീലിംഗ് വെൽ? അസുഖമാണോ എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലതല്ലേ കൺഫർമേഷൻ, ആർ യു ഓക്കെ എന്ന് ചോദിക്കുന്ന രീതിയും കൂടിയാണ് ആർ യു ഫീലിംഗ് വെൽ. ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, സോ ആർ യു റെഡി? റെഡി ആയോ എന്ന് ചോദിക്കുന്നത് ആർ യു റെഡി ഒന്ന് പറഞ്ഞു നോക്കാം. ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ? ആസ്കിങ് someone is prepared for something. ആർ യു റെഡി ഫോർ ദ ക്ലാസ്സസ്? എന്തെങ്കിലും അതിൻ്റെ ഒപ്പം കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഫോർ ദ ക്ലാസ്സസ്? ആർ യു റെഡി ഫോർ ദ ട്യൂഷൻ? ആർ യു റെഡി ഫോർ ദ എക്സാംസ്? ആർ യു റെഡി ടു സിങ്? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് പറയുമ്പോൾ കുറച്ചും കൂടി ആ ലാംഗ്വേജിന് ബ്യൂട്ടിഫിക്കേഷൻ വരും. അടുത്തതാണ്, ആർ യു ഫ്രം കേരള? പലപ്പോഴും ഇത് ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ആർ യു ഫ്രം കേരള? കമ്മിങ് ഫ്രം കേരള? ഫ്രം കേരള? കമ്മിങ് എന്ന് വെച്ചാൽ നിങ്ങൾ അവിടുന്ന് വരുന്നു, നിങ്ങൾ അവിടുത്തെ നേറ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആർ യു ഫ്രം കേരള എന്നാണ് ചോദിക്കുക, നേറ്റീവ് ഓഫ് ദാറ്റ് പ്ലേസ്. ആർ യു ഫ്രം ഇന്ത്യ? നിങ്ങൾ പുറം നാട്ടിലേക്കാണ് പോകുന്നത്, നിങ്ങളോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടാവും, ആർ യു ഫ്രം ഇന്ത്യ? ഓക്കെ, നൗ നെക്സ്റ്റ്, ഡു യു ലൈക്ക് കോഫി? നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണോ? കോഫി ഇഷ്ടമാണോ? അവർ കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും കൂടി ഒരു കൺഫർമേഷനാണ്. ഡു യു ലൈക്ക് കോഫി? ഡു യു ലൈക്ക് കോഫി? നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണോ? അപ്പോൾ അവർ പറയും യെസ്. നിങ്ങൾക്ക് സംശയമാണ് ആൾ കാപ്പി കുടിക്കുമോ ചായ കുടിക്കുമോ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ആൻസർ. ഡു യു ലൈക്ക് കോഫി? നൗ നെക്സ്റ്റ്, ഡു യു ഹാവ് എ പെൻ? നിങ്ങളുടെ അടുത്ത് പേനയുണ്ടോ? ഒന്ന് തരാമോ, എനിക്കൊന്ന് എഴുതാനായിരുന്നു, എനിക്കൊരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനായിരിക്കും. ഡു യു ഹാവ് എ പെൻ? ഡു യു ഹാവ് എ പെൻ? നെക്സ്റ്റ്, ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മനസ്സിലായി, ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞേക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? അണ്ടർസ്റ്റുഡ് എന്നല്ല, മനസ്സിലായി കഴിഞ്ഞോ എന്നല്ല, അത് പാസ്റ്റ് ടെൻസ് ആവും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, നെക്സ്റ്റ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമോ? നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ സംസാരിക്കാൻ കഴിവുണ്ടോ എന്നും കൂടിയാണ് ചോദിക്കുന്നത്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഓക്കെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഇംഗ്ലീഷിലുണ്ടോ എന്നും കൂടിയാണ് വ്യക്തമാക്കുന്നത്, ഒരു ചോദ്യമാണ്. നെക്സ്റ്റ്, ഡു യു നീഡ് ഹെൽപ്പ്? നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടോ? സേ ഫോർ എക്സാമ്പിൾ, യു മീറ്റ് സംവൺ ഓൺ ദ റോഡ്. ആൾ നടന്നു പോവുകയാണ്, പ്രായമുള്ള ആളാണ്, നിങ്ങൾ ടു വീലറിലോ കാറിലോ പോകുന്നത്. ഡു യു നീഡ് ഹെൽപ്പ്? ഞാൻ അവിടെ കൊണ്ടാക്കാം, ഐ വിൽ ഗെറ്റ് യു ടു ദ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ്. ഡു യു നീഡ് ഹെൽപ്പ്? ഓക്കെ, ഇനി ഹാവ് യു പഠിക്കാം. ഹാവ് യു എന്താണ്? ഹാവ് യു നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഫോം ചെയ്ത് നോക്കാം. ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? നിങ്ങളുടെ വർക്ക്, ജോലി തീർന്നോ? നിങ്ങളുടെ ജോലി പൂർത്തിയായോ? ആസ്ക് if someone has completed his task. Have you completed your homework? Work in a sense, the homework. Have you completed your assignment? Work in a sense, assignment. എന്താണ് അതിന് യുക്തമായിട്ടുള്ളൊരു വേർഡ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഹാവ് യു ഫിനിഷ്ഡ് യുവർ അസൈൻമെൻറ്റ്? ഹാവ് യു ബീൻ ടു ഇന്ത്യ? ഹാവ് യു ബീൻ ടു കാനഡ?
നിങ്ങൾ കാനഡയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ കാനഡയിൽ പോയിട്ടുണ്ടോ? ഹാവ് യു ബീൻ ടു കാനഡ? ഇതുപോലത്തെ വീഡിയോസ് ഇനി ബീനിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, സിമ്പിൾ വേർഡാണ് ഹാവ് യു ബീൻ ടു കാനഡ. ഹാവ് യു ബീൻ ടു ഇന്ത്യ? ഇന്ത്യ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ? ഹാവ് യു ബീൻ ടു നോർത്ത് ഇന്ത്യ? ഹാവ് യു ബീൻ ടു കാശ്മീർ? അപ്പോൾ ഈ രീതിയിൽ ചോദിക്കാം. നെക്സ്റ്റ്, ഹാവ് യു ഈറ്റൻ? ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഹാവ് യു ഈറ്റൻ? ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്? ഡിഡ് യു ഹാവ് യുവർ ഡിന്നർ? ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുന്ന സാധനം ഹാവ് യു ഈറ്റൻ? ഈറ്റിൻ്റെ തേർഡ് ഫോം ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. അപ്പോൾ തേർഡ് ഫോം ഉപയോഗിക്കുന്നു ഹാവ് യു ഈറ്റൻ. നൗ നെക്സ്റ്റ്, ഹാവ് യു സീൻ ദിസ് മൂവി? ഈ മൂവി കണ്ടിട്ടുണ്ടോ? എന്താ പറയുക, അടുത്ത് തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ നമ്മൾ ആ മൂവി കണ്ടിരുന്നു. ഹാവ് യു സീൻ ദിസ് മൂവി? ഹാവ് യു സീൻ ദിസ് മൂവി? ഹൊറർ മൂവി കണ്ടിരുന്നോ? ഹാവ് യു സീൻ ദിസ് മൂവി? Now, have you read this book? Have you read this book? നിങ്ങൾ റീസെൻ്റ് ആയിട്ട് വായിച്ച ബുക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയാൽ. ഹാവ് യു റെഡ് ദിസ് ബുക്ക്? അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഐ ഹാവ് റെഡ്. ഏത് ബുക്കാണെന്ന് വെച്ചാൽ ഐ ഹാവ് റെഡ്. റീഡ് എന്നല്ല, റീഡും റെഡിനും വ്യത്യാസമുണ്ട്. റെഡ് എന്ന് വെച്ചാൽ വായിച്ചു കഴിഞ്ഞു, സ്പെല്ലിംഗ് സെയിം ആയിരിക്കും, ബട്ട് പ്രൊനൗൺസിയേഷൻ, പാസ്റ്റിലെ പ്രൊനൗൺസിയേഷൻ റെഡ് എന്നാണ് വായിക്കുക. ഐ ഹാവ് റെഡ്. ഏത് ബുക്കാണ് നിങ്ങൾ റീസെൻ്റ്ലി വായിച്ചത് ഒന്ന് നിങ്ങൾ കമൻറ്റിലാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ, ഡു യു, ഹാവ് യു ആൻഡ് ആർ യു എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് യുവർ ആൻസേഴ്സ്. സോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.